എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 51 ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. എന്താണ് ചോദ്യം? ഇൻ ഈച്ച് ഓഫ് ദി പ്രോബ്ലം ബിലോ എ സർക്കിൾ ആൻഡ് എ കോഡ് ടു ബി ഡ്രോൺ ടു സ്പ്ലിറ്റ് ദി സർക്കിൾ ഇൻ ടു പാർട്സ്. ദി പാർട്സ് മസ്റ്റ് ബി ആസ് സ്പെസിഫൈഡ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് നാം എന്ത് വരയ്ക്കണം? ഒരു സർക്കിൾ വരയ്ക്കണം, പിന്നെയോ അതിൻ്റെ ഉള്ളിൽ ഒരു കോഡും വരയ്ക്കണം. അപ്പോൾ ഒരു സർക്കിളും ഒരു കോഡും വെറുതെ വരച്ചാൽ പോരാ, എന്ത് വേണം? അവരൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കണം? ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി 80. നമുക്കറിയാം, ഒരു സർക്കിളിന് ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിനെ രണ്ട് ഭാഗങ്ങളാക്കും അല്ലേ. അപ്പോൾ അതിൽ ഒരു ഭാഗത്തെ കോണുകളെല്ലാം ആംഗിളുകളെല്ലാം എത്രയായിരിക്കണം? 80 ഡിഗ്രി, അതായത് 80 ഡിഗ്രി ആയിരിക്കണം. ഇതാണ് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കണം, സർക്കിളിൽ ഒരു കോഡ് വരയ്ക്കണം. കോഡ് വരച്ചു കഴിഞ്ഞാൽ അതിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ആംഗിൾ എത്രയായിരിക്കണം? 80 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം, ഇത്തരം വരയ്ക്കേണ്ടതായ ചോദ്യങ്ങൾ ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് വരും. അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങളാണ്. അപ്പം ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നാം എന്ത് ചെയ്യാം? എപ്പോഴും റഫായിട്ടൊരു ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നൊരു ഐഡിയ കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ആദ്യം വെറുതെ റഫായിട്ടൊരു ഫിഗർ വരച്ചു നോക്കാം. നമ്മളൊക്കെ റഫായിട്ട് ഒരു സർക്കിൾ വരച്ചു. ഇനി അതിൻ്റെ ഉള്ളിൽ നാം എന്ത് വരയ്ക്കണം? ഒരു കോഡ് വരയ്ക്കണം അല്ലേ. അപ്പോൾ ഈ കോഡ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഈ കോഡ് ഇതാണ് കോഡ്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതിൻ്റെ ഒരു ഭാഗത്തെ ആംഗിൾ 80 ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ഏത് പോയിന്റിൽ ആംഗിൾ വരച്ചാലും എത്രയായിരിക്കും? 80 ആയിരിക്കണം. ഇതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് ഇപ്പോൾ നമ്മളിത് ഇങ്ങനെ ഈ പോയിന്റ് കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെ ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ ഇത് എത്രയായിരിക്കണം? 80 ഡിഗ്രി ആയിരിക്കണം. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇനി ഇങ്ങോട്ട് മാറ്റി വരച്ചാലും ഏത് പോയിന്റ് എടുത്ത് വരച്ചാലും അല്ലേ, ഈ ഭാഗത്ത് ഏത് പോയിന്റ് എടുത്ത് നമ്മൾ കൂട്ടി യോജിപ്പിച്ചാൽ എത്രയായിരിക്കും? ഈ ആംഗിളൊക്കെ 80 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നാം വരയ്ക്കേണ്ട ഫിഗർ. ഇത് നമ്മൾ എങ്ങനെ വരയ്ക്കും? നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ അറിയാം അല്ലേ. സർക്കിൾ വരച്ചു. ഇത് നമുക്ക് ഇവിടെ ഈ കോഡ് വരച്ചു കഴിഞ്ഞാൽ കോഡിൻ്റെ ഡിഗ്രി എത്ര? 80 ആയിരിക്കണം. അപ്പം നാം ഇതെങ്ങനെ ചെയ്യും? നമുക്കറിയാം, ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഈ കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഈ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ ഇരട്ടിയായിരിക്കും അല്ലേ. അതായത് 80 × 2 160 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 160 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ കോഡ് ഇവിടെ, അതായത് ഈ സെഗ്മെൻ്റ് അല്ല, ഈ ആൾട്ടർനേറ്റീവ് സെഗ്മെൻറ്റ്, ഈ സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 80 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ ഇരട്ടി 160 ആയിരിക്കും അല്ലേ. ഇത് വെച്ച് നമുക്ക് എന്ത് വരയ്ക്കാം? കോഡ് വരയ്ക്കാം അല്ലേ. എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം, ഇവിടെ നോക്കിയാൽ ഈ സർക്കിളിൻ്റെ കേന്ദ്രത്തിൽ ഒരു 160 ഡിഗ്രിയിൽ നാം ഒരു കോൺ വരയ്ക്കുകയാണെങ്കിൽ ആ കോണിൻ്റെ രണ്ടറ്റങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗം ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ കോഡ്. അപ്പോൾ അങ്ങനെ കോഡ് വരച്ചു കഴിഞ്ഞാൽ അത് ഈ ആൾട്ടർനേറ്റ് സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ പകുതി 80 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞില്ല അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യം ഒരു വലിപ്പത്തിൽ ഒരു സർക്കിൾ വരച്ചു. ഇനി നമുക്ക് എന്താ ആവശ്യമുള്ളത്? ഈ 160 ഡിഗ്രി, ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ 160 ഡിഗ്രിയിൽ ഒരു ആംഗിൾ വരയ്ക്കണം. അത്രയേ ഉള്ളൂ നമ്മുടെ വിഷയം. അപ്പോൾ നമ്മുടെ വിഷയം കഴിഞ്ഞു. അപ്പോൾ നാം എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഒരു റേഡിയസ് വരയ്ക്കാം അല്ലേ. അത് ഇങ്ങോട്ട് വേണമെങ്കിൽ വരയ്ക്കാം, ഇങ്ങോട്ട് വേണമെങ്കിൽ വരയ്ക്കാം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം. അതനുസരിച്ച് നമ്മുടെ കോഡ് ഒന്ന് തിരിഞ്ഞിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ. നോക്കിയേ. അപ്പോൾ നമുക്ക് ഈ 160 ഡിഗ്രി വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിൽ ഒരു ലൈൻ വരച്ചു. ഇനി നമുക്ക് എന്ത് വേണം? 160 ഡിഗ്രി കിട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് കൃത്യമായിട്ട് നമ്മൾ പ്രൊട്ടക്ടർ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ മട്ട എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് 160 ഡിഗ്രിയിൽ മാർക്ക് ചെയ്തിട്ട് അതിങ്ങനെ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ നോക്കിയാൽ എൻ്റെ പ്രൊട്ടക്ടർ വളരെ കൃത്യമായി തന്നെ ലൈനിൽ വെച്ചു. ഇനി നോക്കിയാൽ 10, 20 അങ്ങനെ ഡിഗ്രി കയറി പോകുന്നു. അവസ്ഥയെ 120, 130, 130, 140, 150, 160 കണ്ടോ. അപ്പോൾ 160 അവിടെ ഞാൻ പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് 160 പോയിന്റ്. ഇനി എന്ത് ചെയ്യാം? ഇത് നമ്മൾ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഇതേ കൂട്ടി യോജിപ്പിച്ചു അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? നമ്മൾ എത്ര എടുത്താണ്? 160 ഡിഗ്രി. മനസ്സിലായല്ലോ? ഈ 160 ഡിഗ്രിയാണ് നമ്മളിവിടെ എടുത്തത്. ഇപ്പോൾ നമുക്ക് ഈ കോണിൻ്റെ രണ്ട് അറ്റവും ഈ സർക്കിളിന് മുട്ടുന്നല്ലേ. ഈ പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഈ കോഡ് കിട്ടി. ഇതാ ഇപ്പം ഞാൻ നോക്കിയേ, ഈ രണ്ടറ്റവും തമ്മിൽ യോജിപ്പിച്ചു. ഇതാണ് നമ്മുടെ കോഡ്. മനസ്സിലായല്ലോ? ഈ കോഡ്. അപ്പോൾ ഇത് 160 ഡിഗ്രി ആണെങ്കിൽ, അതായത് ഈ കോഡ് ഈ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ, സെൻട്രൽ ആംഗിൾ 160 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ആൾട്ടർനേറ്റീവ്
സെഗ്മെന്റിൽ, അതായത് ഇതിന്റെ മറുഭാഗത്ത് അല്ലെങ്കിൽ മറുഖണ്ഡത്തിൽ അല്ലെ ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് എത്രയായിരിക്കും? ഇതിന്റെ പകുതി ആയിരിക്കും അല്ലെ. നാം ഇവിടെ പറഞ്ഞ ഒരു 160യുടെ പകുതി ആയിരിക്കും ഇവിടെ. അപ്പൊ നമുക്ക് ഇതിന്റെ പകുതി ആയിരിക്കും ഇവിടെ. ഏത് പോയിന്റിൽ നമ്മൾ ആംഗിൾ വരച്ചാലും നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഇതിന്റെ പകുതി ആയിരിക്കും. ഇപ്പൊ നോക്കിയേ, ഇവിടെ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 160 ആണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന കോൺ എത്രയായിരിക്കും? അതിന്റെ പകുതി 80 ഡിഗ്രി. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഏത് പോയിന്റ് എടുത്താലും നമ്മൾ ഇങ്ങനെ എടുത്തു വിചാരിക്കുക, പോയിന്റ് എവിടെ? ഈ പോയിന്റ് എടുത്തു. അപ്പോൾ എത്രയായിരിക്കും ഈ ആംഗിൾ? 80 ഡിഗ്രി. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊന്നുമില്ല, ഇവിടെ എത്ര ഡിഗ്രി ആണോ അത് അതിൻ്റെ സെൻട്രൽ ആംഗിൾ ആകുമ്പോൾ എത്ര ആംഗിൾ ആവുമെന്ന് നമുക്ക് കണക്കൂട്ടാം. അതിൻ്റെ ഇരട്ടി ആയിരിക്കും അല്ലേ. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ആംഗിൾ വരയ്ക്കുക, അത് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കോഡ് നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. ഇനി ഇതാണ് നമ്മുടെ രണ്ടാമത്തത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി 110. അതായത് ഒരു ഭാഗത്തിലെ എല്ലാ കോണുകളും എത്രയായിരിക്കണം? 110 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ എത്രയാണ് പറഞ്ഞത്? 80 ഡിഗ്രി അല്ലേ. ഇനി അതേ രൂപത്തിൽ തന്നെ ഒരു വ്യത്യാസവുമില്ല. ബാക്കി ഇവിടെ വേണ്ടത് നമുക്ക് എത്രയാണ്? 110 ഡിഗ്രിയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ നമുക്കറിയാം, ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ കോഡ് ഒരു ഭാഗത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ 110 ഡിഗ്രി കിട്ടണമെങ്കിൽ അതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കണം? 110ന്റെ ഇരട്ടി അല്ലേ. 110 × 2 = 220 ഡിഗ്രി ആയിരിക്കണം. ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സർക്കിൾ ആദ്യം വരച്ചിട്ട് 220 ഡിഗ്രിയിൽ ഒരു ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ കോഡ് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പോൾ നമ്മളൊരു സർക്കിൾ വരച്ചു. സർക്കിൾ വരച്ചിട്ട് ഇനി നമുക്ക് എന്ത് വേണം? 220 ഡിഗ്രിയിൽ നമ്മൾ ആംഗിൾ നമുക്ക് മാർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു റേഡിയസ് നമുക്ക് ഇങ്ങോട്ട് വരച്ചു. ഇനി നാം എന്ത് വേണം? 220 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയേ, കൃത്യമായിട്ട് 220 ഡിഗ്രി ഇങ്ങനെ മെഷർ ചെയ്തെടുക്കണം. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം? നമുക്കറിയാം 220 ഡിഗ്രി നമ്മുടെ പ്രൊട്രാക്ടറിൽ എത്ര കിട്ടുള്ളൂ? നമുക്ക് 180 ഡിഗ്രി വരെ കൃത്യമായി കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് 220 ഡിഗ്രി നമുക്ക് മെഷർ ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നാം എന്ത് ചെയ്യണം? നമുക്കറിയാം ഈ സർക്കിളിൻ്റെ മൊത്തം ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി അല്ലേ. അപ്പോൾ 360ൽ നിന്ന് 220 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 140 ഡിഗ്രി അല്ലേ. അപ്പോൾ 140 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് 220 ഡിഗ്രി ഇങ്ങനെ മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 140 ഡിഗ്രി മെഷർ ചെയ്യുന്നു അല്ലേ. അപ്പോൾ അവിടെ നമുക്കൊരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് എത്രയായിരിക്കും ആംഗിൾ? 220 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായില്ലേ? അതായത് 220 ഡിഗ്രി നമുക്ക് എടുക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ട് നാം ഇവിടെ നിന്ന് 140 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 220 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 140 ഡിഗ്രി എടുത്തിട്ട് ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് നമ്മളിത് പ്രൊട്രാക്ടർ കൃത്യമായിട്ട് വെച്ചു, കണ്ട ലൈനിൽ വെച്ചു. ഇന്ന് നമുക്ക് 0 തൊട്ട് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പോകുന്നു. അവസാനം 110, 120, 130, 140. മനസ്സിലായല്ലോ? അപ്പോൾ 140ൽ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തു. ഇതാണ് 140. ഇനി നമുക്കത് കൂട്ടി യോജിപ്പിക്കുന്നു. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? നാം 140 ഡിഗ്രിയാണ് എടുത്തത്. പക്ഷേ ഈ ആംഗിൾ എത്ര കിട്ടി നമുക്ക്? ഇതാണ് 220 ഡിഗ്രി. അപ്പോൾ 220 ഡിഗ്രിക്ക് നമുക്ക് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് 140 ഡിഗ്രി മെഷർ ചെയ്തിട്ട് ആ പോയിന്റ് അടയാളപ്പെടുത്തി. അപ്പോൾ നമുക്ക് 220 ഡിഗ്രി കിട്ടി. ഇനി അപ്പോൾ ഇതാണ് 220 ഡിഗ്രി. അപ്പോൾ നമുക്കറിയാം ഈ 2 പോയിന്റുകൾ അല്ലേ, ഈ പോയിന്റുകൾ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് വേണ്ട കോഡ് കിട്ടി അല്ലേ. ഇതാണ് നമ്മുടെ കോഡ്. ഈ കോഡ് ഈ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 220 ഡിഗ്രി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൾട്ടർനേറ്റ് സെഗ്മെന്റിൽ, അതായത് മറുഖണ്ഡത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയായിരിക്കും? ഇതിന്റെ പകുതി ആയിരിക്കും അല്ലേ. അതായത് 210 ആണ്. 220 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 110 ഡിഗ്രി. അപ്പോൾ ഈ കോൺ എത്രയായിരിക്കും? 110 ഡിഗ്രി. ഇനി ഇവിടെ എവിടെ കോൺ വരച്ചാലും അത് എത്രയായിരിക്കും? 110 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് മൂന്നാമത്തെ ഒന്ന് നോക്കാം. ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി ഹാഫ് ദി ആംഗിൾസ് ഇൻ ദി അതർ പാർട്ട്. അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ ഇത്ര ആംഗിൾ വരണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പകരം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ഭാഗത്തെ ആംഗിളുകളെല്ലാം എന്തായിരിക്കണം? മറുഭാഗത്തെ ആംഗിളുകളുടെ പകുതിയായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് 50 ആണെന്നോ 100 ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ഭാഗത്ത് എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കണം അപ്പുറത്തെ ആംഗിളുകൾ അല്ലേ. ഇപ്പോൾ നമുക്ക് റഫായിട്ടൊരു ഫിഗർ വരച്ച് നോക്കിയാൽ നമുക്കിതിപ്പോൾ നമ്മുടെ സർക്കിളാണെന്ന് വിചാരിക്കുക. ഈ സർക്കിളിൽ നമ്മൾ ഒരു കോഡ് വരയ്ക്കുകയാണെങ്കിൽ, ഇതാണ് നമ്മുടെ കോഡ്. ഈ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഭാഗത്ത് എത്രയാണോ ആംഗിൾ അതിൻ്റെ പകുതിയായിരിക്കും ഇപ്പുറത്തുണ്ടാകേണ്ടത്. അതായത് ഇപ്പോൾ ഈ
സെഗ്മെൻറ്റിൽ ഇപ്പോൾ ആംഗിൾ എത്രയാണ്? ഇപ്പോൾ എക്സ് ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കണം ആംഗിൾ? ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ഇതിൻ്റെ പകുതി ആയിരിക്കണം അല്ലേ? x/2 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? അതായത് ഇതിൻ്റെ പകുതി ആയിരിക്കണം ഇവിടെ ഉണ്ടാവേണ്ടത്. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇത് നമുക്കറിയാം, ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം അല്ലേ? അതായത് നമുക്കറിയാം ഒരു സെഗ്മെന്റിലെയും അതിൻ്റെ ആൾട്ടർനേറ്റ് സെഗ്മെന്റിലെയും ആംഗിളുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും അല്ലേ? അപ്പോൾ ഇതും തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. അതായത് എക്സും തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം നമുക്ക്? 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഇത് വെച്ച് ചോദ്യങ്ങൾ നമുക്ക് വരും, ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദ്യം വരും. അപ്പോൾ ഇവിടെ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടണം. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് കൂട്ടുക? നമുക്കറിയാം ഇവിടെ ഡിനോമിനേറ്റർ ഛേദം അല്ലേ? കൂട്ടുമ്പോൾ എപ്പോഴും ഛേദം സെയിം ആയിരിക്കണം, കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും. അപ്പോൾ ഇവിടെ നമ്മുടെ ഛേദം ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇവിടെ നമ്മൾ സെയിം ആക്കണം അല്ലേ? അപ്പോൾ ഇതിൻ്റെ അടിയിൽ എത്രയാണുള്ളത്? 1 ആണുള്ളത്. അപ്പോൾ 1 × 2 ശ്രദ്ധിക്കുക, 1 × 2 2. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഡിനോമിനേറ്റർ, പുതിയ ഛേദം അല്ലേ? ബൈ. ഇനി എന്ത് വേണം? നമ്മൾ ഇവ തമ്മിൽ ഗുണിക്കുക. x × 2 x × 2 2x ചിഹ്നം പ്ലസ്, പിന്നെ ഇവിടെ 1 ആണ്, ഇവ തമ്മിൽ ഗുണിക്കുക. 1 × x x. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് 2x + x/2 എന്ന് വന്നു = 180 ഡിഗ്രി. അപ്പോൾ 2x + x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3x അല്ലേ? 3x/2 = 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 3x എന്ത് വരും? 3x = 180. ഇവിടെ /2 ഇങ്ങോട്ട് പോകുമ്പോൾ × 2 ആയി അല്ലേ? അതായത് 180 × 2 360. അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര വരും? x = 360/3 അല്ലേ? 3 = 120 ഡിഗ്രി. കണ്ടില്ലേ? അപ്പോൾ എക്സ് 120, അതായത് ഒരു സൈഡിലെ ആംഗിൾ 120 ആയിരിക്കണം. അപ്പോൾ മറു സൈഡിലെ ആംഗിൾ എത്ര ആയിരിക്കണം? x/2 അല്ലേ? x/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? = ഇതിൻ്റെ പകുതി അല്ലേ? 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ 120 ആയിരിക്കണം, ഇവിടെ 60 ആയിരിക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഏതെങ്കിലും ഒരു ആംഗിൾ എടുത്താൽ മതി 60 ഡിഗ്രി കിട്ടണം അല്ലേ? അതായത് നാം ഒരു കോഡ് വരയ്ക്കുമ്പോൾ ഒരു സൈഡിലെ ആംഗിൾ 60 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ സൈഡിലെ ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് വരയ്ക്കാൻ അറിയാലോ. ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കിൾ, ഇതതിൻ്റെ സെൻറ്റർ അല്ലേ? ഇനി നമുക്ക് എന്ത് വേണം? ഒരു സൈഡിലെ ആംഗിൾ 60 ഡിഗ്രി കിട്ടണം. അപ്പോൾ 60 കിട്ടണമെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കണം? 60 × 2 അല്ലേ? = 120 ഡിഗ്രി. 120 ഡിഗ്രി ആയിരിക്കണം അതിൻ്റെ സെൻട്രൽ ആംഗിൾ. മനസ്സിലായില്ലേ? നമ്മൾ മുമ്പ് ചെയ്ത് അതേപോലെ തന്നെ. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു റേഡിയസ് ഇങ്ങോട്ട് മുട്ടിക്കാം. നമ്മൾ ഈ ലൈൻ വരച്ചു. ഇതാണ് നമ്മുടെ ആംഗിളിൻ്റെ ഒരു സൈഡ് അല്ലേ? ഇനി നമ്മൾ എത്ര ഡിഗ്രി എടുക്കണം? 120 ഡിഗ്രി എടുക്കണം അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് 120 ഡിഗ്രി കൊണ്ട് മെഷർ ചെയ്യാം. അപ്പോൾ നോക്കിയാൽ പ്രൊട്ടക്ടർ കൃത്യമായിട്ട് വെച്ചു, മട്ടം കൃത്യമായിട്ട് വെച്ചു. ഇനി നമ്മൾ 120 ഡിഗ്രി ഇതേ ഇവിടെ മെഷർ ചെയ്ത് പോയിന്റ് ഇട്ടു, ഇതെവിടെ അടയാളപ്പെടുത്തി. ഇനി ഇതും കൂടി കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി. അപ്പോൾ ഇത് 120 ഡിഗ്രി. മനസ്സിലായല്ലോ? ഇനി ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ കോഡ് അല്ലേ? അപ്പോൾ നമ്മളിതേ കൂട്ടി യോജിപ്പിച്ചു. ഇനി നോക്കിയേ, ഇവിടെ 120 ഡിഗ്രി ആണെങ്കിൽ, സെൻട്രൽ ആംഗിൾ 120 ആണെങ്കിൽ ഇതിൻ്റെ ആൾട്ടർനേറ്റ് സോണിൽ അല്ലേ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ പകുതി ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ ഏത് പോയിന്റ് എടുത്താലും ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി. അതല്ല ഇനിയിപ്പോൾ ഇവിടെ പോയിന്റ് എടുത്താലും ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി. മനസ്സിലായല്ലോ? ഇനി ഇപ്പുറത്തെ ആംഗിൾ എത്രയായിരിക്കും? ഈ രണ്ട് പോയിന്റുകൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഏതായിരിക്കും? നമുക്കറിയാം ഇതിൻ്റെ ഇരട്ടി അല്ലേ? നമ്മൾ കണ്ടുപിടിച്ച് 120 ഡിഗ്രി. അപ്പോൾ 120 ഡിഗ്രി. അതായത് ഈ 120യും 60യും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും അല്ലേ? അതായത് ഇത് x ആണെങ്കിൽ ഇത് x/2, ഇത് 120 ആണെങ്കിൽ ഇത് 120/2 60 ഡിഗ്രി. അപ്പോൾ നമുക്ക് കോണ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് കോണ് വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ആംഗിൾ കണ്ടുപിടിച്ചു. 60യും 120യും കണ്ടുപിടിച്ചു അല്ലേ? നമുക്ക് ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, 60 കിട്ടിയാൽ മതി അല്ലേ? അപ്പോൾ അത് കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ അതിൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ സെൻട്രൽ ആംഗിൾ കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ ആംഗിൾ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ രണ്ട് പോയിന്റുകൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതാണ് നമ്മുടെ കോഡ്. ഇനി ഇവിടെ 120 ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഇപ്പുറത്ത് ആൾട്ടർനേറ്റ് സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയായിരിക്കും? ഇത് 120 ആണെങ്കിൽ അതിൻ്റെ പകുതി 60 അല്ലേ? ഇത് രണ്ടു കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. അപ്പോൾ ഇവിടെ 120 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 120 ആണെന്ന് അല്ലേ? ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം.
അപ്പോൾ എന്താണ് നമ്മുടെ നാലാമത്തെ നോക്കിയാൽ ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി 1.5 ടൈംസ് ദി ആംഗിൾസ് ഇൻ ദി അതർ പാർട്ട്. ഇവിടെ നമുക്ക് ആംഗിളുകൾ കൃത്യമായി തന്നിട്ടില്ല. പകരം എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറ്റേ ഭാഗത്തെ മറുഭാഗത്തെ കോണുകളുടെ എത്ര മടങ്ങായിരിക്കണം? 1.5 അല്ലെ, 1.5 മടങ്ങായിരിക്കണം. അതായത് കോഡ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം രണ്ട് ഭാഗത്തെ ആംഗിൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ ഒരു ഭാഗത്തെ ആംഗിള് മറുഭാഗത്തെ ആംഗിളിന്റെ 1.5 ടൈംസ് ആയിരിക്കണം. അതായത് ഇപ്പൊ നോക്കിയാൽ ഇപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിള്, ഈ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇപ്പൊ ഒരു x ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും എന്നാ പറയുന്നത്? ഇതിന്റെ 1.5 ടൈംസ് 1.5 അല്ലെ, 1.5x ആയിരിക്കണം. ഇവിടെ x ആണെങ്കിൽ ഇവിടെ 1.5x. അപ്പൊ ഈ 1.5x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1.5 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 1.5 എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ 1 × 2 അല്ലെ, ഇത് നമ്മൾക്കറിയാം ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇതിനെ മാറ്റുമ്പോൾ ഇത് തമ്മിൽ ഗുണിക്കുക, 2 × 1 2, പിന്നെ അതിന്റെ കൂടെ ഇത് കൂട്ടുക അല്ലെ, 1 കൂട്ടുക. അപ്പൊ 2 × 1 2, 2 + 1 3. അപ്പൊ നമുക്ക് ഇതിന് എന്ത് എഴുതാം? 3/2 എന്ന് എഴുതാം അല്ലെ. 1/2നെ 1.5നെ നമുക്ക് 3/2 എന്ന് എഴുതാം. പിന്നെ x. അപ്പൊ ഇവിടെ എത്ര വരും നമുക്ക്? 3/2x. അപ്പൊ ഇവിടെ x ഡിഗ്രി ആണെങ്കിൽ ഇത് 3/2x. അപ്പൊ ഇനി നമുക്ക് ആംഗിളുകൾ കണ്ടുപിടിക്കാലോ. നമുക്കറിയാം ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? നമുക്ക് 180 ഡിഗ്രി കിട്ടണം അല്ലെ. അതായത് x അല്ലെ, x പ്ലസ് പിന്നെ ഏതാണ് ഇവിടെ 3/2x 3/2x കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഈ രണ്ട് ആംഗിളുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും അല്ലെ. അത് കിട്ടും. ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് ഡിനോമിനേറ്റർ സെയിം അല്ല അല്ലെ. അതുകൊണ്ട് നാം എന്ത് ചെയ്യാം? ഇത് നമുക്ക് ഈ രണ്ടിനെ നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തു. ഇനി എന്ത് വേണം? നമ്മൾ ഇവ തമ്മിൽ ഗുണിക്കുക അല്ലേ. 2 × x 2x നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചിഹ്നം പ്ലസ്. ഇനി നമുക്കറിയാം ഇതിന്റെ അടിയിൽ 1 ആണുള്ളത് അല്ലേ. ഇനി ഇവർ തമ്മിൽ ഗുണിക്കും. 3x × 1 = 180. ഇനി 2x + 3x എന്ന് പറഞ്ഞാൽ 5x/2 = 180. ഇനി 5x എന്ത് വരും? 180. ഈ 2/2 അപ്പുറത്ത് പോകുമ്പോൾ എന്തോ × 2 ആയി അല്ലേ. അപ്പൊ 5x = 180 × 2 = 180 × 2 എത്രയാണ്? 360. അപ്പൊ x = 360. ഈ × 5 ഇങ്ങോട്ട് വരുമ്പോൾ /5 = എത്ര വരും? 3 പോവില്ല, 36 അല്ലെ. 7 × 5 35 7 7 × 35 ആണ് വരിക. ബാക്കി ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 1 ഇവിടെ 0 10. അപ്പോൾ 10 ൽ 5 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. അപ്പോൾ നമുക്ക് x കിട്ടി 72 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കണം? 72 ഡിഗ്രി ആയിരിക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? ഈ ആംഗിൾ നമുക്കറിയാം രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 കിട്ടണം അല്ലേ. അപ്പോൾ 180ൽ നിന്ന് 72 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 108 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇവിടെ 108 ഡിഗ്രി. അതല്ലെങ്കിൽ 3/2x വെച്ച് നമുക്ക് ചെയ്യാം അല്ലേ. 3/2 3/2 × 72 അങ്ങനെ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 108 തന്നെ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഒരു ആംഗിളിൻ്റെ ആവശ്യമുള്ളൂ അല്ലേ. ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേത് ഈ ആംഗിൾ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ആംഗിൾ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഫിഗർ വരയ്ക്കാമല്ലോ. ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സർക്കിൾ വരച്ചു. ഇനി എന്താണ് വേണ്ടത്? നമുക്കറിയാം ഒരു കോഡ് വരയ്ക്കണം. അതിൻ്റെ ഈ ആംഗിൾ 72 ഡിഗ്രി ആയിരിക്കണം അല്ലേ. അപ്പോൾ ഈ ആംഗിൾ 72 ഡിഗ്രി ആവണമെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കണം? സെൻട്രൽ ആംഗിൾ 72 × 2 അതായത് 144 ഡിഗ്രി. അപ്പോൾ 144 ഡിഗ്രിയിൽ നമ്മൾ ഒരു ആംഗിൾ വരച്ചിട്ട് അതിനെ കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് വേണ്ട കോഡ് കിട്ടി അല്ലേ. വളരെ സിമ്പിൾ. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് ലൈൻ ഇവിടെ വരച്ചു. ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ നിന്ന് 144 ഡിഗ്രി മെഷർ ചെയ്യാം. 144 ഡിഗ്രി ഇവിടെ 144 ഡിഗ്രി ഞാനിവിടെ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് 2 പോയിന്റ് ഇത് നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 144 ഡിഗ്രി കിട്ടി അല്ലേ. അപ്പോൾ ഇതാണ് 144 ഡിഗ്രി. ഇനി നോക്കിയാൽ ഈ 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് വേണ്ട കോഡ് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ 144. ഇനി നമുക്ക് വേണ്ട എത്ര? 72 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടെ 144 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ആൾട്ടർനേറ്റ് സെഗ്മെന്റിൽ അല്ലേ, അതായത് മറുകണ്ഠത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയായിരിക്കും? ഇതിൻ്റെ പകുതിയായിരിക്കും. അതായത് 144. അപ്പോൾ 144ൻ്റെ പകുതിയായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക അല്ലേ. അതായത് 72 ഡിഗ്രി നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ 144 ഡിഗ്രി ആയതുകൊണ്ട് ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ പകുതി 72 ഡിഗ്രി.
മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിൻ്റെ ഇപ്പുറത്തെ അല്ലേ, ഇതിൻ്റെ മറുകണ്ഠത്തിൽ കിട്ടേണ്ട ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ 3/2 ഭാഗം അല്ലേ, അതായത് 108 ഡിഗ്രി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇനി ഇവിടെ ഈ പോയിന്റുമായി നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ എവിടെ ആംഗിൾ എടുത്താൽ എത്രയായിരിക്കും നമുക്ക് കിട്ടുക? അത് ഇത് 72 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 108 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഒന്ന് എക്സ് ആണെങ്കിൽ അടുത്തത് 3/2 എക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്കിതിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം.